ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയാണ്. അതിനുവേണ്ടിയുള്ള കറിയാണ് കേട്ടോ ഞാൻ തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി 2 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളു ഗരം മസാലയും ഒരു നുള്ളു കുരുമുളക് പൊടിയും സോൾട്ടും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ സുഹൃത്തുക്കളെ, എൻ്റെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഞാൻ തയ്യാറാക്കി എടുക്കുന്നതാണ്. ഇതിലും 2-3 ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്താൽ നല്ല രീതിയിൽ ഈ കറി തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. പാൻ അടുപ്പത്തേക്ക് വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ഇതിലേക്ക് ചേർത്ത് ഒന്ന് ചിക്കി പൊരിച്ചെടുക്കാവേ. അങ്ങനെ നമ്മുടെ എഗ്ഗ് ഇവിടെ ചിക്കി പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതേ പാനിൽ തന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു പച്ചമുളകും ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ. സവാളയും പച്ചമുളകും ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് എൻ്റെ കയ്യിലുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് പൊടികളായിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ ഇതിൽ ചേർക്കേണ്ട പെരിഞ്ജീരകമാണ്. ഞാൻ പെരിഞ്ജീരകം ചേർത്തിട്ടില്ല. ഇതെല്ലാം ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് ആവശ്യത്തിന് വെള്ളവും ഇതിന് വേണ്ടിയുള്ള സോൾട്ടും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം. ഗ്രേവിക്ക് ആവശ്യമുള്ള അതിൻ്റെ സോൾട്ട് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാവേ. ഇനി നമുക്ക് ചിക്കി പൊരിച്ച് വെച്ചിരിക്കുന്ന എഗ്ഗ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ നമുക്ക് നമ്മുടെ കരിവേപ്പില, മല്ലിയില ഇതെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ചപ്പാത്തിയുടെ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. ചപ്പാത്തിയും എഗ് കറിയും നല്ല കോമ്പിനേഷൻ അല്ലേ?